ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇയർ പറഞ്ഞാൽ ഞാനത് ഫോർവേഡ് ചെയ്ത് തരാം. അനു, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അനു ചിലപ്പോ കളക്ടറുടെ പേഴ്സണൽ സ്റ്റാഫോ വെൽവിഷറോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. അനുവിന് പോവാം. പരുത്തിക്കുന്നിന്റെ കേസ് കളക്ടർ മടങ്ങി വരുന്നതിന് മുൻപ് ഒന്ന് സെറ്റിലാക്കണം. അതിനെന്താണ് വഴിയെന്നൊന്ന് ആലോചിക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ താനങ്ങ് ചെയ്യ്. അതിനുടനെ വഴി ഉണ്ടാക്കാം, ഞാൻ ഏറ്റു. കള്ളന്റെ കയ്യിൽ ചാവിയിട്ടിൽ എന്തൊക്കെ നടക്കും അതൊക്കെ ഇവിടെ സംഭവിക്കും. കളക്ടർ വരുന്നതുവരെ ഇൻചാർജ് എനിക്കാ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ശരി, കാണട്ടെ തന്റെ മിടുക്ക്. എനിക്കേ കളക്ടറുടെ മുറിയുടെ കീ ഒന്ന് വേണം. സർ, മാഡം ലീവില്ല. അതെനിക്കറിയാലോ. മാഡം ലീവാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണ്ടേ. മാത്രമല്ല, കളക്ടറുടെ അഭാവത്തിൽ ഇവിടുത്തെ കാര്യങ്ങളുടെ ഇൻചാർജ് എനിക്കാണല്ലോ. ഇനി അഥവാ അനുവിന് കീ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് മുകളിലുള്ളവരെ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടി വരും. എന്താ ഞാൻ വേണ്ടത്? സർ, ഞാനൊന്ന് ശാലിനി മാഡത്തെ വിളിച്ചു നോക്കട്ടെ. പെട്ടെന്ന് വേണം. എടുക്കുന്നില്ലല്ലോ. സാറിനോട് ഞാനിപ്പോ എന്ത് പറയും? ഞാൻ എന്താ വേണ്ടത്? അനുവിന്റെ സമയത്തിനും താളത്തിനും ജോലി ചെയ്യാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. കീ ഞാനിപ്പോ കൊണ്ടുവരാം സർ. ഏതെങ്കിലും ഫയലുകളാണെങ്കിൽ ഞാൻ നോക്കിത്തരാം സർ. കുഴപ്പമില്ല, അനു പൊയ്ക്കോളൂ. എനിക്കിവിടെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. പഴയ കുറച്ച് പേപ്പറുകള് റീസർവേയുടെ അതൊന്ന് നോക്കാനുണ്ട്. സർ, റീസർവേ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയർ പറഞ്ഞാൽ ഞാനത് ഫോർവേഡ് ചെയ്ത് തരാം. അനു, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അനു ചിലപ്പോ കളക്ടറുടെ പേഴ്സണൽ സ്റ്റാഫോ വെൽവിഷറോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. അനുവിന് പോവാം. പൊയ്ക്കോളാൻ. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എടി എടി എന്റെ തലയും കൂടെ നോക്കടി. ചില സമയത്ത് തല ചൊറിഞ്ഞ് പൊട്ടുക. തലവാരിക്കൊന്നും വലിച്ചാ കിട്ടില്ല. അമ്മ അവിടെ ഇരിക്കാമേ. ആദ്യം ഇവള് എന്റെ തലയിലൊന്ന് നോക്കട്ടെ. ഇവള് നോക്കിയാലേ പെയിൻ കുറയൂന്നാ. അല്ലേലും അമ്മമാർക്കൊരു സഹായത്തിന് ഒരു പെൺമക്കളെയും കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരി തന്നെയാ. വെറുതെ വെറും വാക്കൊന്നും പറയണ്ട. ചുമ്മാ ഒന്ന് സഹായിക്കാൻ പോലും അമ്മയ്ക്ക് ആൺമക്കളില്ലാന്നുള്ള കാര്യം ശരിക്കും ഓർത്തോണ്ട് വേണം ഇതൊക്കെ പറയാൻ. വയ്യാത്ത കാലത്തെ ഇച്ചിരി വെള്ളം തരാനും കൂടെ നിൽക്കാനും ഞങ്ങളെ കാണും.
ചിലപ്പോ ഈ കളക്ടർ മോള് പോലും കാണില്ല. അങ്ങനെയൊന്നും പറയാൻ നോക്കില്ല. ആ മരുമക്കളുടെ സഹായം അതിപ്പോ രാജീവിന്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങക്ക് കിട്ടാതെ ഉള്ളൂ. ബാക്കിയുള്ള 2 മരുമക്കളും ദൈവം സഹായിച്ച് എനിക്കും എന്റെ ഭർത്താവിനും എന്ത് സഹായം ചെയ്യാനും തയ്യാറായി നടക്കുന്നവരാ. പ്രത്യേകിച്ചും വിഷ്ണു. ആ രോഹിത് വലിയ കുഴപ്പമില്ലാതെ അതിനൊപ്പം നിൽക്കുന്നവനാ. ആ പിന്നെ അവന്റെ കാര്യം എന്തിനാ പറയുന്നേ? എന്റെ പെൺമക്കള് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവൻ എന്നോട് കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ രോഹിത് കാണിക്കും. സ്വന്തം ഭാര്യ എടുത്ത് കാണിക്കുന്നില്ല പിന്നല്ലേ? അത് നിന്റെ പിടിപ്പുകേട്. ഒരു കുടുംബം കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം തീരുമാനിക്കേണ്ടതും അതനുസരിച്ച് പെരുമാറേണ്ടതും ജീവിക്കേണ്ടതും ഭാര്യമാര് തന്നെയാ. അതിന് പറ്റാതെ വരുമ്പോഴാ ഇതുപോലെ ഒറ്റപ്പെട്ടു വന്ന് ജീവിക്കേണ്ടി വരുന്നത്. മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ഈ ലോകത്തിനൊപ്പമാ ഓടേണ്ടത്. അതിലൂടെ തിരിച്ചോടി വന്ന വഴിയിലെ കുറവുകൾ പരിഹരിക്കാനൊന്നും പറ്റില്ല. ഞാനിത് പറയുമ്പോ അമ്മയുടെ പഴംപുരാണം പറയുവാന്ന് നിങ്ങൾ കരുതും. നിങ്ങൾ 2 പേരുടെ ജീവിതം ഇങ്ങനെ ആയതിലും സങ്കടവും ഉള്ളി പറഞ്ഞറിയിക്കാനാവാത്ത ടെൻഷനും ഉള്ളതുകൊണ്ടായി പറയുന്നേ. മോളെ ശ്യാമേ, നീയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോണം. ഇവളിപ്പോ രോഹിത്തിന്റെ മുമ്പിൽ തോക്കണമെന്നാണ് അമ്മ ഇപ്പൊ പറയുന്നേ. നീ ഇപ്പൊ രാജീവിന്റെ മുന്നിൽ ജയിച്ച് നിൽക്കുവാണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. ജീവിതത്തിൽ ജയിച്ചു നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാവണം. അത് അവരുടെ കഴിവുകൾ തെളിയിച്ചത് കൊണ്ട് പറയുന്നതാണെന്നെങ്കിലും വെക്കാം. പക്ഷെ തോറ്റവർക്ക് അത് പറയാൻ യാതൊരു അർഹതയും ഇല്ല, സമൂഹത്തിൽ സ്ഥാനവും ഇല്ല. അമ്മ, ഞാനിപ്പോ തിരിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് പോണോന്നാണോ അമ്മ ഈ പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ സമയമായിന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണെങ്കിലും തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാ. ആ കുറുപ്പ് സാറ്. ആ സാറേ, നമ്മുടെ ജീവിതത്തെ മൊബൈൽ ഫോൺ കാർന്നു നിന്നതിന് ശേഷം അന്യം നിന്നുപോയൊരു ഏർപ്പാടാ നിങ്ങളിപ്പോ ഇവിടെ കാണിക്കുന്നത്. ഈ ഒത്തൊരുമയും ഒത്തുചേരലും സൗഹൃദം പറച്ചിലും ഒക്കെ ഒരു കുടുംബത്തും കാണാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും ഒറ്റ ഒരാൾക്കും സമയമില്ല. ഉണ്ണാനിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഇവൻ നമ്മുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും ഒക്കെ നശിപ്പിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സാറ് ചായ കുടിക്കാൻ ഇറങ്ങിയതാ? ആ, ചായ കുടിക്കണം. പക്ഷേ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. സാറ് വരൂ, അകത്തോട്ടിരിക്കാം. വാ.